ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ 2G at ലെയർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു ഡക്ക് കൊണ്ടുള്ള ഒരു കബാബായിട്ടാണ്. അതായത് നമ്മൾ സാധാരണ ഡക്ക് കൊണ്ട് കറി ഉണ്ടാക്കും, അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഡക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ ഫ്രൈ അല്ലെങ്കിൽ ഒരു കബാബ് സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഡക്ക് കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുട്ടനാടൻ സ്റ്റൈലിൽ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത്തിരി നല്ല ലെഗ് പീസൊക്കെ ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിൽ ലെഗ് പീസൊക്കെ ഇത്തിരി വലിയ കഷ്ണമായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളി താറാവ് കബാബ് ഉണ്ടാക്കാം. നമുക്ക് താറാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് കബാബ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ടിട്ട് നമ്മളിപ്പോൾ ചിക്കൻ കൊണ്ടൊക്കെ ചെയ്യില്ല, അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണോട് ടച്ച് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. താറാവ് കൊണ്ടുള്ള കബാബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 താറാവിൻ്റെ ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീനിനൊക്കെ വരിയില്ല, അതുപോലെ വരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പിടുക, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് പിന്നെ ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ്, ഞാൻ പൊടിച്ചെടുത്തതാണ്, പട്ട ഗ്രാമ്പു ഇതൊക്കെ. പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി പൊടിച്ചതിട്ട് കൊടുക്കുക. പിന്നെ കോൺഫ്ലവർ 1 സ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ലെമൺ നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് ഈ മസാലയെല്ലാം നന്നായി താറാവിൻ്റെ ലെഗ് പീസിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. ഇത് ഞാൻ മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനേക്കാളൊക്കെ വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ താറാവ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കില്ലേ, അതിനായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി. ഇപ്പോൾ ഇത് നന്നായി ഞാൻ മസാലയെല്ലാം നന്നായി എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 to 15 മിനിറ്റ്സ് വെക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലാണ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ ലെഗ് പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. ഞാനിവിടെ ഓരോരോ ലെഗ് പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എൻ്റെ ലാസ്റ്റ് വീഡിയോ കുട്ടനാടൻ സ്റ്റൈലിലുള്ള താറാവ് റോസ്റ്റാണ്, നാടൻ താറാവ് റോസ്റ്റ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് കാണാൻ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ താറാവ് കബാബ് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ താറാവ് കബാബ് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പൊതുവെ ആരും അങ്ങനെ താറാവിൻ്റെ ഇതൊന്നും വെച്ചിട്ട് കബാബ് ഉണ്ടാക്കി നോക്കാറില്ല. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ ഉറപ്പ് തരുന്നു. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ എനിക്ക് കമൻ്റായിട്ട് എഴുതണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.